ഹായ്, വെൽത്ത് എൻഹാൻസ് ചെയ്യാനും കരിയർ ഗ്രോത്ത് എൻഹാൻസ് ചെയ്യാനും വീട്ടിലേക്ക് ധാരാളം ഇൻകം സോഴ്സസ് വരുന്നതിനുമൊക്കെ വീടിൻ്റെ മണി ഏരിയ അല്ലെങ്കിൽ മണി കോർണർ എൻഹാൻസ് ചെയ്യണം എന്ന് പറയുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, എൻ്റെ വീടിൻ്റെ മണി കോർണർ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഈ ഫ്ലൈങ് സ്റ്റാർ ഫംഗ്ഷൻ അനുസരിച്ചിട്ട് ഓരോ വീടിൻ്റെയും അല്ലെങ്കിൽ ഓരോ ബിസിനസ് സ്ഥാപനത്തിൻ്റെയും ഓഫീസ് സ്പേസിൻ്റെ ഒക്കെ വെൽത്ത് ഏരിയ മാറിക്കൊണ്ടിരിക്കും. ആ ബിൽഡിങ്ങിൻ്റെ ഡയറക്ഷൻ ഫേസിങ് ഡിഗ്രി, എക്സാക്ട് ഡിഗ്രി അനുസരിച്ചിട്ട് ഇതിൻ്റെ ഡയറക്ഷൻസ് ഓരോ ലൊക്കേഷൻസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ലൊക്കേഷനിലാണ് നമ്മൾ മൂവിങ് വാട്ടർ ഫീച്ചർ വെക്കാൻ പറയാറ്. വെള്ളം അനങ്ങുന്ന എന്തെങ്കിലും ഒരു ഫീച്ചറൊക്കെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ വെൽത്ത് ഏരിയ കൺസൾട്ടേഷൻ ചെയ്തിട്ടുള്ളവരുടെ അറിവിലേക്ക് പറയാണ്. ഇനി അങ്ങനെ അല്ല എന്നുള്ളവർക്ക് ജനറലൈസ് ചെയ്തിട്ട് ഓരോ റൂമിൻ്റെയും വെൽത്ത് ഏരിയ അല്ലെങ്കിൽ മണി കോർണർ കണ്ടുപിടിക്കാനും ആ മണി കോർണർ എങ്ങനെയൊക്കെയാണ് നമ്മൾ എൻഹാൻസ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടും അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് പറയാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള ഒരു വീഡിയോ ആണ് ഇന്നും. അപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ, ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ, ഈ മണി കോർണർ ഇതിനെ നമ്മൾ ബ്ലാക്ക് ഹാറ്റ് ഫംഗ്ഷൻ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബിൽഡിങ്ങിനും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ വെൽത്ത് ഏരിയ കണ്ടുപിടിക്കാനും നമ്മുടെ വെൽത്തും ഇൻകവും ഒക്കെ മാക്സിമം ബൂസ്റ്റ് ചെയ്യാനും നമ്മൾ ചെയ്യേണ്ട ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഇത് കണ്ടുപിടിക്കാൻ എത്രയേ ഉള്ളൂ, നമ്മൾ മെയിൻ ഡോറിൽ നിൽക്കുക. മെയിൻ ഡോറിൽ നിന്നിട്ട് വീടിൻ്റെ അകത്തേക്ക് നോക്കി നിൽക്കുക. വീടിൻ്റെ അകത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡ് കോർണറാണ് നമ്മുടെ മണി കോർണർ എന്ന് പറയുന്നത്. അത് ലിവിങ് റൂമിൻ്റെ മാത്രമല്ല, ഏത് മുറിയുടെ ആണെങ്കിലും. ഇപ്പം നമ്മുടെ ബെഡ്റൂമിൻ്റെയും നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഒരു ഫോയറിൻ്റെ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് റൂമിൻ്റെ മണി കോർണർ ഇങ്ങനെ കണ്ടുപിടിക്കാം. എല്ലാ ഏരിയാസും നമുക്ക് പറ്റുന്ന രീതിയിൽ എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കൂടുതൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് മണി ലക്ക് ഉണ്ടാകുന്നതിനും കരിയർ ഗ്രോത്ത് ഉണ്ടാകുന്നതിനും കൂടുതൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നതിനും എവിടെന്നെങ്കിലുമൊക്കെ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇൻകം നമ്മുടെ വീട്ടിലേക്ക് വരുന്നതിനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ള പോലെയാണ് നമ്മൾ മണി കോർണർ കണ്ടുപിടിക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ. മെയിൻ ഡോറ് ആ കാണിച്ചിട്ടുള്ള ആ ഒരു ബ്രൗൺ ഡോറാണ് മെയിൻ ഡോർ എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് കോർണറിൽ കാണുന്ന ആ ഒരു സ്പേസ്, ആ മാർക്ക് ചെയ്തിട്ടുള്ള സ്പേസ് ആണ് ഓരോ റൂംസിൻ്റെയും വെൽത്ത് ലക്ക് കോർണറായിട്ട് അല്ലെങ്കിൽ മണി കോർണറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി മണി കോർണറിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് എൻഹാൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അടുത്ത സംഭവം. മണി കോർണറിൽ നമുക്ക് ഏറ്റവും നിർബന്ധമായിട്ട് വേണ്ട ഒരു കാര്യം ഒരു വെൽത്ത് ബൗളാണ്. വെൽത്ത് ബൗൾ എന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു ഗ്ലാസ് ബൗളോ ഒരു മെറ്റൽ ബൗളോ അതിൻ്റെ അകത്ത് കോയിൻസും കറൻസീസും കുറച്ച് ജുവൽസും കുറച്ച് ക്രിസ്റ്റൽസും ഒക്കെ ഇട്ട് വെക്കുന്നതിനാണ് നമ്മൾ വെൽത്ത് വാസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളൊരു വെൽത്ത് വാസ് നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഒരു വെൽത്ത് വാസിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനകത്ത് ക്രിസ്റ്റൽസ് ഉണ്ട്, ഫംഗ്ഷേ കോയിൻസ് ഉണ്ട്, അതുപോലെ ബ്രോൺസ് ആൻഡ് ഗോൾഡൻ കളർ കോയിൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കൊരു വെൽത്ത് വാസ് ഉണ്ടാക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം വെൽത്തും ക്രിസ്റ്റൽസും ഒക്കെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന, അല്ല വെൽത്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇതെല്ലാം ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ജ്വല്ലറി ഒക്കെ ഉണ്ടാവില്ലേ, ഒരു പെയർ പോയ ഒരു കമ്മലിൻ്റെ കഷ്ണം അല്ലെ, അങ്ങനെ നമുക്ക് പെട്ടെന്ന് ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ജ്വല്ലറി ആണെങ്കിലും കുഴപ്പമില്ല, ജെം സ്റ്റോൺസ്, അങ്ങനെയുള്ള വെൽത്തിനെ റെപ്രസെന്റ്. ഇപ്പോൾ ഫോറിൻ കൺട്രിയുടെ കറൻസീസ്, ഇപ്പം നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ സ്പൗസ് വർക്ക് ചെയ്യുന്നത് വിദേശത്താണെന്ന് വയ്ക്കാം, അല്ലെങ്കിൽ കുട്ടികൾ വിദേശത്താണ്, അപ്പോൾ അവിടുത്തെ കറൻസീസ് കൂടുതലും ഇട്ടിട്ടുള്ള നോട്ട്സ് ഇട്ടിട്ടുള്ള വെൽത്ത് ബൗള്, അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കൂടുതൽ ഇൻകം സോഴ്സസ് ഇങ്ങോട്ട് വരുന്നതിനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വെൽത്ത് ബൗള് അങ്ങനെ ധാരാളമായിട്ട് നമ്മുടെ കയ്യിൽ ഇൻകം ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ വെൽത്ത് ബൗൾ സെറ്റ് ചെയ്യാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കോയിൻസ് ഇങ്ങനെ അതിൻ്റെ അകത്ത് നിറച്ചിടുക, കുറേ കോയിൻസ് അതിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ സ്കാറ്റർ ചെയ്തിടുക, കുറച്ച് ഭംഗിയിൽ. അപ്പോൾ അങ്ങനെ ഇത് നിറഞ്ഞു കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്ന ഒരു വെൽത്ത് ബൗൾ എന്നുള്ളൊരു രീതിയിൽ വേണം നമ്മൾ ഈ വെൽത്ത് കോർണറിൽ വെൽത്ത് ബൗൾ സെറ്റ് ചെയ്യാൻ. അപ്പോൾ മെയിൻ ആയിട്ടുള്ള റൂമിൽ, നമ്മൾ എപ്പോഴും സ്പെൻഡ് ചെയ്യുന്ന റൂമിൽ, നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന റൂമിൽ നല്ല വലിയ ഒരു വെൽത്ത് ബൗൾ ഉണ്ടാക്കി വെക്കാം. ബാക്കിയുള്ള റൂംസിൻ്റെ വെൽത്ത് കോർണറിലും നമ്മൾ ഇതുമാതിരിയുള്ള ചെറിയ ചെറിയ വെൽത്ത് ബൗൾസ് ഉണ്ടാക്കുന്നത് എപ്പോഴും നല്ല. ഇപ്പം നമുക്ക് കോയിൻസ് വരുന്നത്, അല്ലെങ്കിൽ ചേഞ്ചസ് ഒക്കെ കിട്ടുന്നത്, അല്ലെങ്കിൽ അങ്ങനെ വെൽത്തുമായിട്ട് നമുക്ക് എന്തൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കൊണ്ടുപോയി വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ അവിടെ വെക്കാവുന്ന മറ്റൊരു കാര്യമാണ് ഗ്രീൻ കളറിലുള്ള പ്ലാന്റ്സ്. അഗെയിൻ വളരെ നല്ല ഒരു ഗ്രീൻ പ്ലാന്റ്, വെൽത്ത് പ്ലാന്റ് ആണ് ജെയ്ഡ് പ്ലാന്റ് അല്ലെങ്കിൽ മണി പ്ലാന്റ് എന്ന് പറയും. അപ്പോൾ ഇതും ഇവിടെ ജസ്റ്റ് ഒരു സാമ്പിളിന് ഇതാണ് ജെയ്ഡ് പ്ലാന്റ്, മണി പ്ലാന്റ്. ഈ ജെയ്ഡ് പ്ലാന്റിൽ നമ്മളിങ്ങനെ ഫംഗ്ഷേ കോയിൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വെൽത്ത് ട്രീ പോലെയായി, അല്ലെങ്കിൽ ഒരു വെൽത്ത് പ്ലാന്റ് പോലെയായി. അപ്പോൾ ഇങ്ങനെ നമുക്ക് വെൽത്ത് കോയിൻസ്
കെട്ടി ഹാങ് ചെയ്തിട്ട് ഇതിനെ ഒരു വെൽത്ത് പ്ലാന്റ് പോലെ ആക്കിയിട്ടും നമുക്ക് നമ്മുടെ വെൽത്ത് കോർണറിൽ വെക്കാം. അപ്പോൾ ഈ ജെയ്ഡ് പ്ലാന്റ് കിട്ടുന്നില്ല, നിങ്ങൾക്കിപ്പോൾ ഇത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അവിടെയുള്ള ഏതെങ്കിലും ഒരു ചെറിയ പ്ലാന്റിൽ ഇങ്ങനെ ഫംഗ്ഷയുടെ കോയിൻസോ അല്ലെ അങ്ങനെ എന്തെങ്കിലും വെൽത്തിൻ്റെ റെപ്രസെൻറ്റേഷൻസ് ഹാങ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ വെൽത്ത് ഏരിയയിൽ വെക്കാം. അപ്പോൾ അത് എല്ലാ റൂംസിൻ്റെയും ഈ വെൽത്ത് ലക്ക് ഏരിയയിൽ ചെറിയൊരു പ്ലാന്റും ഈ വെൽത്ത് ബൗളിൻ്റെ കൂടെ വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ മണി പ്ലാന്റോ അല്ലെങ്കിൽ ലക്കി ബാംബൂസോ അങ്ങനെയുള്ള എന്തെങ്കിലും കൂടെ നമുക്ക് ആ ഏരിയയിൽ വെക്കുന്നത് നല്ലതാണ്. ഇനി മറ്റൊരു കാര്യം, ഗ്രീൻ കളറിൽ അല്ലെങ്കിൽ പർപ്പിൾ കളറിലുള്ള എന്തെങ്കിലും ഐറ്റംസും ഈ മണി ഏരിയയിൽ വെക്കാം. ഇപ്പോൾ ഗ്രീൻ കളറിലുള്ള സിലിണ്ടറിക്കൽ ഷേപ്പ് ആണെങ്കിൽ അത്രയും നല്ലത്. എന്തെങ്കിലും ഒരു സിലിണ്ടർ ഷേപ്പിലുള്ള ഒരു ക്യൂരിയോ, ഒരു ഫർണിച്ചർ പീസ് പോലത്തെ എന്തെങ്കിലും ഒരു ഇത് നമ്മുടെ വീട്ടിൽ വുഡിൻ്റെ എന്തെങ്കിലും ഒരു സിലിണ്ടർ, ഒരു പോസ്റ്റ് പോലത്തെ എന്തെങ്കിലും ഒരു സാധനം അതിന് ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ച് വെച്ചാലും മതി. അതല്ലെങ്കിൽ ഗ്രീൻ കളറിലുള്ള ക്യാൻഡിൽസ്, പർപ്പിൾ കളറിലുള്ള ക്യാൻഡിൽ, പർപ്പിൾ കളറിലുള്ള ഒരു ക്ലോത്ത് അവിടെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ മണി പ്ലാന്റും വെൽത്ത് വാസും വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്കവിടെ ചെയ്യണത് നല്ലതാണ്. ഇനി നമുക്ക് ഈ വെൽത്ത് ഏരിയയിൽ വെക്കാവുന്ന മറ്റൊരു കാര്യമാണ് ഒരു ചെറിയ വാട്ടർ റീസൈക്ലിംഗ് ഫൗണ്ടൻ. അപ്പോൾ വെള്ളം മൂവ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ചെറിയ ഫൗണ്ടനും കൂടെ ഈ ഭാഗത്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ റിയൽ വാട്ടർ ഒരു ലിവിംഗ് റൂമിൽ വെച്ചു, ബാക്കിയുള്ള വെൽത്ത് ഏരിയാസിൽ ഇപ്പോൾ ബെഡ്റൂം ആണെങ്കിൽ നമുക്ക് വെള്ളം വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരം അവിടെ ബ്ലൂ കളറിലുള്ള എന്തെങ്കിലും ഒരു സംഭവം ആഡ് ചെയ്താലും മതി. വെള്ളത്തിൻ്റെ പിക്ചേഴ്സ് അല്ലെങ്കിൽ ഫൗണ്ടൻ ഒന്നും നമ്മൾ ബെഡ്റൂംസിൽ വെക്കില്ലല്ലോ. അപ്പോൾ അതിന് പകരം എന്തെങ്കിലും ബ്ലൂ അല്ലെങ്കിൽ പർപ്പിൾ കളറിലുള്ള സംഭവങ്ങളും ആ ഏരിയയിൽ ആഡ് ചെയ്യാം. അപ്പോൾ മൂവിങ് വാട്ടർ ഫീച്ചറും ഈ വെൽത്ത് ലക്കിൻ്റെ ഏരിയയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വെൽത്ത് ലക്ക് ഏരിയയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഓരോ മുറിയുടെയും അല്ലെങ്കിൽ എല്ലാ മുറിയുടെയും വെൽത്ത് ലക്ക് ഏരിയയിൽ ആ ഭാഗം ഏറ്റവും വൃത്തിയായി കൊണ്ടു നടക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അവിടെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് ഡംപ് ചെയ്യരുത്, ആ ഭാഗം ഡേർട്ടി ആയിട്ട് കിടക്കരുത്, മെസ്ഡപ്പായിട്ട് കിടക്കരുത്. കുറേ ആവശ്യമില്ലാത്ത ഫയൽസും ഫോൾഡേഴ്സും അല്ലെങ്കിൽ സ്റ്റോർ ഏരിയ അങ്ങനെയൊക്കെ ആയിട്ട് ആ ഭാഗം കൊണ്ട് ഇടരുത്. പൊടി പിടിച്ച് മാറാൽ പിടിച്ച് കിടക്കാതെ ആ ഭാഗം ആ മുറിയുടെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ട് ഏറ്റവും നീറ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം. അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബാഡ് ടൈംസ് അല്ലെങ്കിൽ നെഗറ്റീവ് മെമ്മറീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഇപ്പം നമ്മുടെ അടുത്ത് നിന്ന് അകന്നു പോയ ഒരാളായിരിക്കും, പക്ഷെ ആ ആൾ തന്ന എന്തെങ്കിലുമൊക്കെ നമുക്ക് വളരെ പ്രഷ്യസ് ആയിട്ട് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ നമ്മളവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതും ആ ഭാഗത്തു നിന്ന് എടുത്ത് മാറ്റുക. അതല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും കടം അല്ലെങ്കിൽ കൊടുക്കാനുള്ള ബില്ലുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്തെങ്കിലും റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് വെച്ചിട്ടില്ലെങ്കിലും അത് അവിടെ നിന്ന് മാറ്റണം. പിന്നെ അവിടെ റെഡ് കളറിലുള്ളത് മെറ്റലിൻ്റെ ഐറ്റംസ് ഒക്കെ ഈ മണി ഏരിയയിൽ നിന്ന് ഉണ്ടെങ്കിൽ അതും അവിടെ നിന്ന് മാറ്റാൻ ശ്രദ്ധിക്കുക. പോയിൻറ്റഡ് ആയിട്ട് ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് അവിടെ ഉണ്ടെങ്കിൽ അതും അവിടെ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വീട്ടിലെ എല്ലാ റൂമിൻ്റെയും വെൽത്ത് ലക്ക് ഏരിയയിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്, ചെയ്തുകൂടാത്ത കാര്യങ്ങളുമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ഏരിയാസും നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്ത് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ച് അതൊന്ന് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മളിലേക്ക് അബണ്ടൻസും പ്രോസ്പെറിറ്റിയും വെൽത്ത് ലക്കും ഒക്കെ അനായാസേന ഒഴുകി വരുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ പ്രോസ്പെറസ് ലൈഫ് അഹെഡ്. താങ്ക് യു.